ഇന്നത്തെ നമ്മുടെ മെനു കക്ക ഇറച്ചി ഉലത്തിയത്. അതിനായി ക്ലീൻ ചെയ്ത 250 ഗ്രാം കക്ക ഇറച്ചി എടുത്തു വെച്ചിരിക്കുന്നു. ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. 15 ചുവന്നുള്ളി തൊലി കളഞ്ഞ് ചതച്ചെടുത്തത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചെടുത്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, 6 വെളുത്തുള്ളി ചതച്ചെടുത്തത്, കരിവേപ്പില ചതച്ചെടുത്തത്. കക്ക ഇറച്ചി ചട്ടിയിലേക്ക് എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇടുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടുക. ഇതിൻ്റെ പിന്നാലെ പാകത്തിന് ഉപ്പും ഇട്ട് 1/2 കപ്പ് വെള്ളവും ഒഴിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെള്ളം വറ്റുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കുക. കക്ക ഇറച്ചി നന്നായി വെന്ത് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വിസ്താരമുള്ള ഒരു പാൻ സ്റ്റൗവിൽ വെക്കാം. സ്റ്റൗ ഓണാക്കി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിടാം. അതിനുശേഷം കരിവേപ്പില, ഉള്ളി ചതക്കുക, പിന്നീട് വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ഇട്ട് വഴറ്റുക. ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ചതച്ചാണ് ഇട്ടിരിക്കുന്നത്. അതിന് കാര്യമുണ്ട്. ഈ കക്കയിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ്. ഉള്ളി ട്രാൻസ്പെറൻ്റ് ആയി കഴിയുമ്പോൾ കക്ക അതിലേക്ക് ഇടുക. അകലെ നിന്ന് വേണം ഈ കക്ക ഇളക്കി കൊടുക്കാൻ. അത് ഓരോന്നോരോന്ന് പൊട്ടിത്തെറിക്കും. ഇതിൻ്റെ പിന്നാലെ നമുക്ക് കുരുമുളക് ഇടാം. കുരുമുളക് അവസാനം ഇട്ടത് അത് കരിഞ്ഞു പോകാതിരിക്കാനാണ്. ഫ്ലെയിം ലോ ആക്കി കുറേ നേരം കക്ക ഇറച്ചി വരളാറ്റ്. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്കിത്തിരി ഒഴിച്ചു കൊടുക്കാം. കക്ക ഇറച്ചി റെഡി ആയിട്ടുണ്ട്. ഇത് ഒലന്ന് വരാൻ ഏതാണ്ട് 6-7 മിനിറ്റ് എടുത്തു. നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ഇത് കൂടുതൽ ഡ്രൈ ആക്കാം.